നമസ്കാരം. ചില പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. KPI ഗ്രീൻ എനർജി കഴിഞ്ഞ ദിവസം 10% ഉയർന്ന് 1467 ക്ലോസിംഗ് നൽകി. 5000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 39.51. 52 വീക്ക് ഹൈ 1467, 52 വീക്കിലോ 390. KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് ആയിരുന്നു ഡിസംബർ 30 ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗിൽ കമ്പനി 1:2 എന്ന റേഷ്യോയിൽ ബോണസ് നൽകാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. അതായത് KPI ഗ്രീൻ എനർജി എന്ന കമ്പനിയുടെ 2 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും 1 ഷെയർ കൂടി ബോണസായി ലഭിക്കും. കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നാളത്തെ ട്രേഡിംഗ് സെഷനിലും സ്റ്റോക്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ റാലിയോ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈക്കടുത്ത് അപ്പർ സർക്യൂട്ടോടുകൂടിയാണ് ക്ലോസിംഗ് നൽകിയത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇൻവെസ്റ്റേഴ്സിന് മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് KPI ഗ്രീൻ. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 235% റിട്ടേണും 2 വർഷം കൊണ്ട് 833% റിട്ടേണും സ്റ്റോക്ക് നൽകി. KPI ഗ്രീൻ എനർജി എന്ന കമ്പനി ഇപ്പോൾ ഓവർബോട്ട് സോണിലോ ഓവർസോൾഡ് സോണിലോ അല്ല ട്രേഡ് ചെയ്യുന്നത്. RSI 60.6 ആണ്. അതേസമയം മൂവിംഗ് ആവറേജുകളിലെല്ലാം തന്നെ ഉയർന്ന ബൈയിങ് മൊമെൻറ്റം പ്രകടമാണ്. 5 ഡേ, 10 ഡേ, 200 ഡേ, 50 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. KPI ഗ്രീൻ എനർജി എന്ന കമ്പനി സോളാർ പവർ ജനറേറ്റിംഗ് കമ്പനിയാണ്. കമ്പനി പ്രധാനമായും ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസറായിട്ടും ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനി അതിൻ്റെ സബ്സിഡറി കമ്പനിയായ KPIG എനർജി എന്ന കമ്പനി വഴി 17.35 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവർ പ്രോജക്റ്റുകൾ ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. പ്രമുഖ കമ്പനികളായ ജെ മെറ്റൽ ടെക്, റീന ഫാബ്രിക്സ്, JPB ഫൈബേഴ്സ് തുടങ്ങിയ കമ്പനികൾക്ക് ക്യാപ്റ്റീവ് പവർ പ്രൊഡ്യൂസർ സ്കീം വഴി സോളാർ പവർ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് നൽകിയ ഒരു കമ്പനി കൂടിയാണ് KPI ഗ്രീൻ എനർജി ലിമിറ്റഡ്. KPI ഗ്രീൻ എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ 1400 ബ്രേക്കൗട്ട് വന്നു. അതിനുശേഷം സ്റ്റോക്ക് 1467 ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 1250-നും 1300-നും ഇടയിൽ. രണ്ടാമത്തെ സ്റ്റോക്ക് ആൽഫ ട്രാൻസ്ഫോർമർ കഴിഞ്ഞ ദിവസം 5% ഉയർന്ന് 74 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ ആഴ്ചയും ആൽഫ ട്രാൻസ്ഫോർമറിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അന്ന് ആൽഫ ട്രാൻസ്ഫോർമറിന് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിച്ചിരുന്നു. വെള്ളിയാഴ്ചയും സ്റ്റോക്കിന് ടാറ്റ പവർ എന്ന കമ്പനിയിൽ നിന്നും ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ടാറ്റ പവറിൻ്റെ സബ്സിഡറി കമ്പനിയായ ടാറ്റ പവർ സതേൺ ഒഡീസ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡിൽ നിന്നാണ് ആൽഫ ട്രാൻസ്ഫോർമർ എന്ന കമ്പനിക്ക് 500 കിലോവാട്ട് ആംപിയർ ശേഷിയുള്ള ലൈൻ വോൾട്ടേജ് റെഗുലേറ്റർ ട്രാൻസ്ഫോർമർ സപ്ലൈ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചിരിക്കുന്നത്. വെറും 60 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക് 1.60 കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിക്ക് ഉയർന്ന ഓർഡറുകൾ ലഭിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ മികച്ച ബൈയിങ് മൊമെൻറ്റം കാണാൻ സാധിക്കും. സ്റ്റോക്ക് 74 രൂപ 48 അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച പ്രധാന റെസിസ്റ്റൻസ് 78-80 തുടങ്ങിയ ലെവലുകളാണ്. അതേസമയം 70 തുടങ്ങിയ ലെവൽ സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടുമാണ്. മൂന്നാമത്തെ സ്റ്റോക്ക് TCS. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ TCS 3800 ക്ലോസിംഗ് നൽകി. TCSൻ്റെ 52 വീക്ക് ഹൈ 3929, 52 വീക്കിലോ 3070. ഇയർ ടിൽ ഡേറ്റിൽ 16% റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ് TCSൻ്റെ ക്വാർട്ടർ 3 റിസൾട്ട് ഡിക്ലറേഷൻ ഡേറ്റും കമ്പനിയുടെ ഇൻട്രിം ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റും പുറത്തുവിട്ടു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. TCSൻ്റെ ക്വാർട്ടർ 3 റിസൾട്ട് ജനുവരി 11 പുറത്തുവരും. അന്ന് തന്നെ കമ്പനി ഡിവിഡൻറ്റും പ്രഖ്യാപനം നടത്തും. ഈ ഡിവിഡൻറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ജനുവരി 19 എല്ലാ വർഷവും മികച്ച ഡിവിഡൻറ്റ് നൽകുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് TCS. കഴിഞ്ഞ 6 മാസം കൊണ്ട് 18% റിട്ടേണും 1 മാസം കൊണ്ട് 8% റിട്ടേണും നൽകി. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ TCS 9 രൂപ പെർ ഷെയർ എന്ന റേറ്റിലായിരുന്നു ഇൻട്രിം ഡിവിഡൻറ്റ് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ പ്രോഫിറ്റ് 9.1% വർദ്ധിച്ച് 14,483 കോടിയായി മാറി. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ 25 ബേസിസ് പോയിന്റ് ഉയർന്ന് 24.3% ഉയർന്നിരുന്നു. അതേസമയം റവന്യൂ ഇൻ ടേംസ് ഓഫ് ഡോളർ സീക്വൻഷ്യലി, അതായത് ക്വാർട്ടർ ടു ക്വാർട്ടർ 0.2% ഇടിയുകയും ചെയ്തു. നാലാമത്തെ സ്റ്റോക്ക് ശക്തി പമ്പ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 3% ഉയർന്ന് 1034 ക്ലോസിംഗ് നൽകി. 2000 കോടി രൂപയ്ക്കടുത്ത് മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 86.95, ഡിവിഡൻഡ് ഈൽഡ് 0.19%. ശക്തി പമ്പ് എന്ന കമ്പനിക്ക് ഹരിയാന ഗ്രീൻ പവർ കോൺട്രാക്റ്റ് വഴി 288 കോടി രൂപയുടെ ഓർഡർ ഹരിയാന റിന്യൂവബിൾ എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്.
6408 സോളാർ പമ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. കുസും 3 സ്കീം വഴിയുള്ള ഓർഡറാണ് ശക്തി പമ്പ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തി പമ്പ് എന്ന കമ്പനി സോളാർ പമ്പുകളുടെ ഇൻസ്റ്റാളേഷനും മാനുഫാക്ചറിങ്ങും നടത്തുന്ന ഒരു കമ്പനിയാണ്. അതോടൊപ്പം തന്നെ റീസെൻ്റ്ലി മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ സൈഡിൽ നിന്നും 50,000 ഓഫ് ഗ്രിഡ് ഫോട്ടോവോൾട്ടായിക് വാട്ടർ പമ്പിംഗ് സിസ്റ്റം സപ്ലൈ ചെയ്യാനുള്ള ഓർഡറും ലഭിച്ചിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഹയർ ഹൈ ഹയർ ലോ എന്ന രീതിയിലുള്ള ട്രെൻഡ് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ശക്തി പമ്പിനെ അക്കുമുലേറ്റ് ചെയ്യാനുള്ള ഏറ്റവും മികച്ച റേഞ്ച് 980-1000 എന്ന ലെവലാണ്. സ്റ്റോക്ക് 1000-ന് അടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇവിടെ നിന്നും 1100, 1200 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ചിലപ്പോൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്